പുതിയ ക്വാർട്ടറിൽ വന്നിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്നാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളൊക്കെ ഉണ്ട്. നേരത്തെ എഴുന്നേറ്റു കേട്ടോ. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 6:30, ഒരു 8:10 ആകുമ്പോൾ നൈനുവിന് ബസ് വരും കേട്ടോ. നൈഹുവിനെ പിന്നെ ഞാൻ കൊണ്ടാക്കണതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പിന്നെ നമ്മൾ കുറുമക്കറി ആയിട്ട് ഉണ്ടാക്കണത് ഗ്രീൻ പീസും പിന്നെ കുറച്ച് പൊട്ടറ്റോയും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് എൻ്റെ അനിയത്തി പറഞ്ഞ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേണം കേട്ടോ. അതൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള അരിഞ്ഞതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇടുക കേട്ടോ. പിന്നെ ഗരം മസാല ഇടണേ. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങയും പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി നന്നായിട്ട് നല്ല ഫൈനായി അരച്ചെടുത്തതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറുമക്കറി എന്ന് പറയാൻ പറ്റുന്നതല്ല, ആ കുറുമക്കറി ആയിരിക്കും. അത് റെഡി കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ ചടപടാന്ന് ഉണ്ടാക്കി. അപ്പോഴേക്കും നൈഹുവിന് സ്കൂളിൽ വിളിക്കേണ്ട സമയമായിട്ടോ. വിളിക്കാൻ ഭയങ്കര പാടാണ്. അടുക്കളയിൽ നിന്ന് ഞാൻ വിളിക്കും നൈനു, പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. പിന്നെ വന്ന് പുതപ്പൊക്കെ പൊക്കി അങ്ങോട്ട് വിളിക്കണം. ഉമേഷാണെങ്കിൽ ഇന്ന് നേരത്തെ വന്നു കേട്ടോ. പോയിട്ട് പിന്നെയും വന്ന് കിടക്കുകയാണ്. എല്ലാവരും കിടന്നുറങ്ങാൻ, ഞാൻ മാത്രം അടുക്കളയിൽ നിന്ന് പണിയാണ് കേട്ടോ. ഫസ്റ്റ് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഒന്ന് എണിക്കാൻ. പക്ഷെ അടുക്കളയിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങനെ പണിത് കഴിയുമ്പോൾ ആ തണുപ്പൊക്കെ അങ്ങോട്ട് പോയിണ്ടാവും കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നൈനുവിനെ വിളിച്ച് സ്കൂളിൽ പറഞ്ഞു കേട്ടോ. പിന്നെ നൈഹുവിനെ അടുത്ത ആളിനെ ഒരുക്കണം. അവൾക്ക് 9:30 ആകുമ്പോഴേക്കിനും അവളെ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ ഇവിടുന്ന് ഞാൻ 9:20 ആവുമ്പോഴേ ഇറങ്ങുള്ളൂ കേട്ടോ. ഇന്നാണെങ്കിൽ നൈനുവിന് റിവിഷൻ ടെസ്റ്റ് നടക്കുകയാണ്. ഹിന്ദിയാണ് കേട്ടോ. ഈ എഴുതിപ്പിക്കും. കുഴപ്പമില്ലാത്ത എഴുതുണ്ട്. അങ്ങനെ രാവിലെ അതൊന്ന് എഴുതിപ്പിച്ചു വിട്ടാണ് സ്കൂളിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു പീക്കോക്ക് നിൽക്കണു. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഈ ചിറകുള്ള പീക്കോക്കിനെ കാണുന്നത്, പീലിയുള്ള പീക്കോക്കിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.